കണ്ടോക്കൂ. മതത്തിൽ പറയുന്നത് പെൺവേഷം കെട്ടി നടക്കുന്നവരെന്നാണ്. ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നതും പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടുന്നതും. ഇപ്പത്തെ തലമുറയില് ആണുങ്ങൾ ഏതാ പെണ്ണുങ്ങൾ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല. ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നില്ലേ? പെൺകുട്ടികളാണ് ജീൻസ് പാന്റ് ഷർട്ട്. നമ്മൾ അങ്ങോട്ട് പേര് ചോദിക്കണം, എന്താ പേരെന്താ? കണ്ടില്ലേ, ഇതിപ്പോ ആരാ പറയേണ്ടത് ജാസി വാക്കൊക്കെ? ഇത് യഥാർത്ഥമായിട്ട് ഒരു പുരുഷനായിട്ട് ജനിച്ച മനുഷ്യനല്ലേ ഈ വാക്ക് പറയേണ്ടത്? നീ പുരുഷനല്ലേ? ഡൗട്ടാണ്, ചോദിക്കാണ്. നീ പുരുഷനോ പെണ്ണാണോ? പുരുഷനോ സ്ത്രീയാ? അല്ല, ചോദിക്കാണ്. ഇനിയിപ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഉസ്താദ് ഇവിടെ ഒരു അന്യ സ്ത്രീയുടെ ഫോട്ടോ കൊണ്ടുവന്ന് സ്ക്രീനിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ ഇതിനെ പത്രത്തിൽ ന്യൂസാക്കി കൊടുക്കാൻ വേണ്ടി പോകണ്ട. ഇത് 1-ാം നമ്പർ എ ക്ലാസ് പുരുഷനാണ്, പച്ചയായ പുരുഷനായ ഒരു മനുഷ്യനാണ്. ഈവൻ മോട്ടിവേഷൻ അല്ല, വല്ല വിവരണ്ട ജാസി, നിനക്ക് വല്ല തലച്ചോറുണ്ട്? ഇത്തിരി തലച്ചോറുണ്ടെങ്കിൽ നീ ഈ വാക്ക് ഇവിടെ ഉപയോഗിക്കോ? ഇന്ന് മതത്തിൽ പറഞ്ഞത് പുരുഷൻ പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്നതും പെണ്ണ് പുരുഷന്റെ വേഷം കെട്ടി നടക്കുന്നതാണ് എതിർത്തത്. അല്ല ജാസി, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ഇത്തിരി തലച്ചോറുണ്ടെ നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നീ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ? ആദ്യം തെളിയിക്ക്. ലോകത്തെ എല്ലാവർക്കും അറിയാം 1-ാം നമ്പർ പച്ചയായ പുരുഷനാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതായിരുന്നാലും ചെറിയൊരു ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നീ 1-ാം നമ്പർ പുരുഷനല്ലേ? നീ ഏത് വേഷമാണ് ഇവിടെ കെട്ടിയത്? ഏത് വേഷത്തിലാണ് നീ ഇവിടെ ഇന്റർവ്യൂ നടത്തുന്നത്? ആരുടെ വേഷത്തിലാണ് നീ ഇവിടെ ഇന്റർവ്യൂ നടത്തുന്നത്? വേണ്ട, ഞാൻ തൊപ്പി എടുക്കട്ടെ. ഇനിയിപ്പോ നീ ഫത്വ കൊടുക്കാനൊക്കെ ജാസി ഇവിടെ വന്നിട്ടുണ്ട് രംഗത്ത്. വേണ്ട, നിന്റെ വാക്ക് കേട്ടിട്ട് ഇനിയിപ്പോ ഞാൻ ഇവിടെ തൊപ്പിയെടുത്ത നാളെ എന്നോട് ചോദിക്കൂ, അവൻ പച്ചയായ പുരുഷനായ ഒരു മനുഷ്യനായിരുന്നു, നീ എന്തിനാണ് തൊപ്പിയെടുത്തത് എന്നോട് ചോദിക്കും.